മൂവാറ്റുപുഴ ജില്ല സർക്കാരിന്റെ സജീവമായ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മൂവാറ്റുപുഴയ്ക്ക് ജില്ലാ പദവി വേണമെന്ന ആവശ്യവുമായി മാത്യു കുഴൽനാടൻ എം.എൽ.എ. പരസ്യമായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വേദിയിൽ രംഗത്ത് വന്നിരുന്നു. മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണാഘോഷ പരിപാടിക്കിടെയാണ് മുഖ്യമന്ത്രി പരസ്യമായി ഇക്കാര്യം അറിയിച്ചത്. മൂവാറ്റുപുഴയ്ക്ക് ജില്ലാ പദവി വേണമെന്ന ആവശ്യവുമായി മാത്യു കുഴൽനാടൻ എം.എൽ.എ. പരസ്യമായി രംഗത്ത്. മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണാഘോഷ പരിപാടിക്കിടെയാണ് ആവശ്യം വീണ്ടും മുഖ്യമന്ത്രിയുടെ മുന്നിൽ എം.എൽ.എ. അവതരിപ്പിച്ചത്. ഈ ഓണക്കാലത്ത് മൂവാറ്റുപുഴയ്ക്ക് അങ്ങയിൽ നിന്ന് ഒരു ഓണസമ്മാനം നൽകണം. കഴിഞ്ഞ ഏറെക്കാലമായി ഓണവും ക്രിസ്മസും വിഷുവുമെല്ലാം കടന്നുപോയിട്ടും മൂവാറ്റുപുഴയ്ക്കൊരു സമ്മാനം ലഭിച്ചിട്ടില്ല. ഈ ഭരണകാലത്ത് പുതിയതായി ഒരു ജില്ല രൂപീകരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിലെ ആദ്യ പ്രയോറിറ്റിയായി മൂവാറ്റുപുഴയെ ജില്ലയായി പ്രഖ്യാപിക്കണമെന്നാണ് മൂവാറ്റുപുഴക്കാർ ആഗ്രഹിക്കുന്നതെന്ന് എം.എൽ.എ. മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ഞങ്ങളുടെ മൂവാറ്റുപുഴക്കാർക്ക് ഒരു ഓണ സമ്മാനം അങ്ങ് നൽകിയിട്ടേ പോകാമുള്ളൂ എന്നുള്ളതാണ്. കാരണം ഏറെക്കാലമായി ഞങ്ങൾ വറുതിയിലും പട്ടിണിയിലുമാണ്. സത്യം പറഞ്ഞത് ഞാനിവിടെ പലവട്ടം നമുക്കറിയാം, അങ്ങേ ഞാൻ മാത്രമല്ല, ഡീൻ മാത്രമല്ല, ഇവിടെ നിന്നുള്ള എല്ലാ നേതാക്കന്മാരും കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, മൂവാറ്റുപുഴയ്ക്ക് കഴിഞ്ഞ് ഒരുപാട് കാലമായിട്ട് വിഷുവിനോ ഓണത്തിനോ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ഒന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങ് പ്രത്യേകമായ ഒരു കരുതലും പരിഗണനയും മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും അങ്ങയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഓണ സമ്മാനം എന്ന് പറയുന്നത് അങ്ങയുടെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് ഒരു പുതിയ ജില്ല രൂപീകരണമാകുമെങ്കിൽ ആദ്യത്തെ ജില്ല മൂവാറ്റുപുഴ ജില്ലയായിരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എം.എൽ.എയുടെ ആവശ്യത്തിന് മറുപടിയായി മൂവാറ്റുപുഴയുടെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും മാറ്റുന്ന നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും മാറ്റും. പിന്നെ നമുക്കൊരു കാര്യം നഷ്ടം വന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന്റെ പലിശ സഹിതം കിട്ടണമെന്നാണ്. അതിന്റെ പലിശ സഹിതം മൂവാറ്റുപുഴയ്ക്ക് തരും. എനിക്ക് മൂവാറ്റുപുഴക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൂവാറ്റുപുഴ ജില്ലയെന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമം വന്നു. കാരണം എന്റെ ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേറിട്ട് പോകുന്നത്. എന്നാലും ആ കാര്യം കൂടി ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ ഗവൺമെന്റ് കൊണ്ടുവരും. ആ കാര്യത്തിൽ ഇതുകൂടി ഉറപ്പായിട്ട് പരിഗണിക്കും. മൂവാറ്റുപുഴയ്ക്ക് ജില്ലാ പദവി നൽകുന്ന കാര്യം സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇനി കേരളത്തിൽ ഒരു പുതിയ ജില്ല രൂപീകരിക്കുകയാണെങ്കിൽ അതിൽ മൂവാറ്റുപുഴയ്ക്ക് തീർച്ചയായും പരിഗണന ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പുതിയൊരു ജില്ല വന്നാൽ കാർഷിക മേഖലയായ മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്താർജിക്കുമെന്നാണ് എം.എൽ.എ. പറയുന്നത്. പൈനാപ്പിൾ അടക്കമുള്ള കാർഷികോൽപ്പന്നങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതടക്കമുള്ളവയ്ക്ക് ജില്ല കൂടുതൽ ഗുണകരമാണ്. എറണാകുളം ജില്ലയുടെ വലിപ്പം ഭരണത്തിന് തടസ്സമാണെന്ന കാരണമാണ് പുതിയ ജില്ലയെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം നിയോജകമണ്ഡലങ്ങളും ഇടുക്കി ജില്ലയിൽ ഉൾപ്പെട്ട ദേവികുളം, തൊടുപുഴ നിയോജകമണ്ഡലങ്ങളും പെരുമ്പാവൂരിന്റെ ചില ഭാഗങ്ങളും ഉൾപ്പെടുത്തി പുതിയ ജില്ല രൂപീകരിക്കണം എന്നതായിരുന്നു പൊതുവായ ആവശ്യം. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ വികസനത്തിന് ഇത് പുതുജീവൻ നൽകുമെന്ന വിലയിരുത്തലും ഉണ്ടായി. ജില്ലാ രൂപീകരണത്തിനായി പഠനം നടത്തിയ ഡി. ബാബു പോൾ ഉൾപ്പെടെയുള്ളവർ അനുകൂല റിപ്പോർട്ട് നൽകി 4 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ജില്ലാ രൂപീകരണം സാധ്യമായിട്ടില്ല. ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് എം.പി, നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, നഗരസഭാ വൈസ് ചെയർമാൻ പി.എം. അബ്ദുൾ സലാം, മുൻ എം.എൽ.എമാരായ ജോസഫ് വാഴയ്ക്കൻ, ജോണി നെല്ലൂർ, പ്രോഗ്രാം ജനറൽ കൺവീനർ പി. എൽദോസ്, സാബു ജോൺ, സുഭാഷ് കടയ്ക്കോട്, കെ.എ. അബ്ദുൾ സലാം, അബ്ദുൾ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. തനിമയാർന്ന നാടൻ മസാലകളുടെ വിപുലമായ ശേഖരങ്ങളുമായി മൂവാറ്റുപുഴയുടെ സ്വന്തം മസാലക്കൂട്ട്. ഗുണമേന്മയുള്ള ഇൻസ്റ്റന്റ് മസാലകളും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ മില്ലറ്റ് കൊണ്ട് നിർമ്മിച്ച പുട്ടുപൊടിയും വിവിധങ്ങളായ ചായപൊടികളും വ്യത്യസ്തങ്ങളായ 20-ൽ പരം അച്ചാറുകളും തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഹോം മെയ്ഡ് പ്രോഡക്റ്റുകളും മസാലക്കൂട്ടിൽ ലഭ്യമാണ്.